ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോം സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ SIP കോമ്പൗണ്ടിങ് എഫക്റ്റിൻ്റെ ഒരു മാജിക് എന്താ നമ്മൾ പഠിച്ചു അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനമാണ്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് SIPയിലെ കോമ്പൗണ്ടിങ് എഫക്റ്റിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് എഫക്റ്റ് വരുന്ന ഇൻഫ്ലേഷനെ കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ ഏറ്റവും ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, യൂസ് ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ എന്താണ് SWP എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യും. രണ്ടാമതായിട്ട് എന്തൊക്കെയാണ് SWPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഇൻഫ്ലേഷനോട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു സംവിധാനം യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എങ്ങനെ SIP നിക്ഷേപത്തെ ബാലൻസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ SWP എപ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണം ഇതും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ടും കാണുക. കാരണം നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. വെൽക്കം ടു ദി 10th എപ്പിസോഡ് ഓഫ് അവർ സീരീസ് മാസ്റ്റർ മ്യൂച്വൽ ഫണ്ട് വിത്ത് ഹോംസ്. എന്താണ് SWP? അതായത് SWP എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്താണ്? സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അതായത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിന്നും ഒരു നിശ്ചിത തുക പതിവായിട്ട് പിൻവലിക്കുന്ന രീതിയാണ് SWP എന്ന് പറയുന്നത്. SIPയിൽ നിങ്ങളുടെ പണം മാസം തോറും നിക്ഷേപിക്കുന്നതാണെങ്കിൽ SWPയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിക്ഷേപത്തിൽ നിന്നും മാസാമാസം ഒരു തുക നിങ്ങൾക്ക് പിൻവലിക്കാം. ഇൻഫ്ലേഷൻ കണക്കാക്കിക്കൊണ്ട് ഈ തുക ശരിയായി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിട്ടയർമെൻറ്റിനോ അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കോ ഒരു സ്ഥിര വരുമാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി SWP എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളൊരു ഫണ്ടിൽ ഒരു തുക ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് മ്യൂച്വൽ ഫണ്ടിൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ SIP ചെയ്ത് നിങ്ങൾക്കൊരു തുക ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണ്? 1,15,00,000 രൂപ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ SWP തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണക്കാക്കേണ്ടതാണ് ഇൻഫ്ലേഷൻ കണക്കാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 20 കൊല്ലം കഴിയുമ്പോൾ ഈ 10,000 രൂപയുടെ വില എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് 10,000 ആയിരിക്കില്ല അല്ലേ. അപ്പോൾ അത് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഫ്യൂച്ചർ വാല്യൂ കണക്കാക്കാൻ പാടുള്ളൂ. അപ്പോൾ SWP തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് തുക എങ്ങനെ പിൻവലിക്കാം അല്ലെങ്കിൽ തുക പിൻവലിക്കാം എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഓരോ മാസവും ആ തുകയ്ക്ക് തുല്യമായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ എന്തെങ്കിലും ഫോളിയോയിൽ നമ്മൾ വിറ്റിട്ട് ആ പണം കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും. അതുമാത്രമല്ല ബാലൻസുള്ള യൂണിറ്റുകൾ മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും ബെസ്റ്റായിട്ട് കോമ്പൗണ്ടിങ്ങിന് വിധേയമായിട്ട് അവിടെ കിടന്ന് വളരുകയും ചെയ്യും. നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ SWPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ, റെഗുലർ ഇൻകം. അതാണ് SIPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് അതായത് കോമ്പൗണ്ടിങ്ങിൻ്റെ അതായത് നമുക്ക് മുഴുവൻ പണവും നമ്മൾ പിൻവലിക്കില്ല. അപ്പോൾ പിൻവലിക്കുന്ന തുകയല്ലാതെ ബാലൻസുള്ള തുക ഇതെല്ലാം കോമ്പൗണ്ടിങ്, അതായത് കോമ്പൗണ്ടിങ് എഫക്റ്റിൽ ഏറ്റവും നന്നായിട്ട് മാർക്കറ്റിൽ ഗ്രോ ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നികുതിയുടെ ഒരു എഫക്റ്റ്, അതായത് ടാക്സേഷൻ എഫക്റ്റാണ്. അതായത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പിൻവലിക്കുന്ന തുക ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ ആ ഒരു സ്ലാബിൽ നിർത്തിയിട്ടൊക്കെ നമുക്ക് പിൻവലിക്കാൻ പറ്റുകയാണെങ്കിലും ടാക്സിൻ്റെ ഒരു എഫിഷ്യൻസി ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അതിനൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് SWP എന്ന് പറയുന്ന ഒരു തുക ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണം ഓക്കെ ഒരു 25 അല്ലെങ്കിൽ 30 കൊല്ലം കഴിയുമ്പോൾ നമുക്കൊരു തുക വേണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ ഈ 25-30 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചൊരു തുക കൊണ്ട് ചിലപ്പോൾ അന്ന് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ SWPയുടെ തുക എന്ന് പറയുന്നത് നമ്മൾ ആ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. ഇതാണ് അടുത്തൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് SWPയുടെ. ഓക്കെ, നമുക്ക് ഇനി ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ SWP കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ SIPയിൽ പറഞ്ഞ ആ എക്സാമ്പിളിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മളിതും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകളാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണണം. കാരണം കഴിഞ്ഞ വീഡിയോയാണ് നമ്മൾ അഞ്ജലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നമ്മൾ ആ അഞ്ജലിനെ തന്നെയാണ് ഈ വീഡിയോയിൽ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അഞ്ജലിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 21 വർഷം കഴിഞ്ഞപ്പോൾ എത്രയായി? 1,15,00,000 കൂടുതലായി എന്ന് നമ്മൾ മനസ്സിലാക്കി.
അപ്പോൾ ഈ തുക 21 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്രയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്കൊരു SIP കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ 2041 അഞ്ജലിക്ക് എത്ര വയസ്സായി? 46 വയസ്സായി അഞ്ജലിക്ക്. അപ്പോഴാണ് റിട്ടയർമെൻറ്റിനായിട്ട് ഇപ്പോൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1,15,00,000 രൂപ അശ്വതിയുടെ അഞ്ജലിയുടെ മ്യൂച്വൽ ഫണ്ട് ഫോളിയോയിലുണ്ട്. അപ്പോൾ അന്ന് മുതൽ എന്താണ് അഞ്ജലി SWP ആരംഭിക്കുകയാണ്. അതായത് അഞ്ജലിക്ക് ഒരു മാസ വരുമാനം ആവശ്യമുണ്ട്. അപ്പോൾ അഞ്ജലി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അഞ്ജലി വിചാരിച്ചിരുന്ന എത്രയാണ്? 50,000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം 10 വർഷത്തേക്ക് 50,000 രൂപ വിഡ്രോ ചെയ്ത് ജീവിക്കാവുന്നതാണ്. പക്ഷേ അന്നത്തെ 50,000 എന്ന് പറയുന്നത് ഈ വിഡ്രോ ചെയ്ത് വരുന്ന കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു പക്ഷേ അതാവണമെന്നില്ല അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റേറ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 6% ഇൻഫ്ലേഷനാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലൊരു ഇൻഫ്ലേഷൻ ആവറേജ് ഒരു വർഷത്തെ. അപ്പോൾ ആ റേറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2041 ഇന്നത്തെ 50,000 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1,80,000 രൂപയായിരിക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് എന്താണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എത്രയാണ് അതിൻ്റെ വാല്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി SWPയുടെ ഒരു പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇൻവെസ്റ്റഡ് തുക എന്ന് പറയുന്നത്, അതായത് 2041 ആയപ്പോൾ, അതായത് അഞ്ജലിയുടെ SIP കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞ് 2020 തുടങ്ങി 2041 ആയപ്പോൾ 1,15,23,393 രൂപ അക്കൗണ്ടിൽ ഉണ്ട്. ഇപ്പോൾ SWPയുടെ തുക എത്ര വേണം? 1,70,000 വെച്ചൊരു മാസം അയാൾക്ക് വേണം അല്ലേ? അതായത് 2025 ഈ പറഞ്ഞ 1,70,000 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തുള്ള റിട്ടേൺ ആണ്. ഓക്കെ, ഇനി ആ ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12% CAGR എന്ന് പറയുന്നത്. അടുത്ത കാലാവധി എത്രയാണ്? അടുത്ത ഒരു 10 വർഷമാണ് ഈ അഞ്ജലിക്ക് ഈ പറഞ്ഞ എമൗണ്ട് വെച്ച് വേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ SWPയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു 3 വർഷം 3 ഘട്ടമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അതായത് 1 വർഷം എത്രയാണ്, 5 വർഷം എത്രയാണ്, 10 വർഷം എത്രയാണ്, നമുക്കിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ SWP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഇനീഷ്യലായിട്ടുള്ള ക്യാപിറ്റൽ എത്രയാണ്? 1,11,23,391 എന്ത്? അതായത് ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2041 അഞ്ജലി റിട്ടയർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ 1,15,234 യൂണിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ NAV എന്ന് പറയുന്നത് 100 രൂപയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. മന്ത്ലി വിഡ്രോവൽ എത്രയാണ്? 1,73,000 രൂപയാണ്. ഒന്നാമത്തെ വർഷം 2042 പിൻവലിച്ച തുക എന്ന് പറയുന്നത് 1,70,000 ഇൻറ്റു 12. അപ്പോൾ ഒരു കൊല്ലം എത്ര വിഡ്രോ ചെയ്തു? 20,40,000 രൂപ വിഡ്രോ ചെയ്തു. 12% CAGR എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 100 രൂപ NAV ഇൻറ്റു 1.12 ഈക്വൽ ടു 112. അതായത് പിൻവലിച്ച യൂണിറ്റുകൾ, അതിൻ്റെ എന്താ പറയുക, പിൻവലിച്ച ടോട്ടൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ 112-നെ 20,40,000 ഡിവൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവും 18,214 യൂണിറ്റുകൾ എന്ത് ചെയ്തു നമ്മൾ വിഡ്രോ ചെയ്തു. അപ്പോൾ SWP നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതലും രൂപയിലായിരിക്കില്ല, യൂണിറ്റ്സിൻ്റെ കാൽക്കുലേഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് യൂണിറ്റ്സ് പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 1,15,234 യൂണിറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നും 18,214 യൂണിറ്റ് നമ്മൾ വിഡ്രോ ചെയ്തു അല്ലേ? അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് 97,020 യൂണിറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ 2042 ഈ 97,020 രൂപയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 112 NAV എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയായി? ഈ പറഞ്ഞ 15 ലക്ഷം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കുറഞ്ഞ് 1,08,66,240 ആയി. അപ്പോൾ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 20,40,000 പിൻവലിച്ചെങ്കിലും അതിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് ബാലൻസ് എത്രയുണ്ട്? 1,09,00,000 രൂപ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 5 വർഷം കഴിഞ്ഞിട്ട്, അതായത് 2046 ഉള്ള കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പിൻവലിച്ച തുക എന്ന് പറയുന്നത് 1,70,000 ഇൻറ്റു 60 മാസം അല്ലേ? അതായത് 60 മാസം നമ്മൾ വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര വിഡ്രോ ചെയ്തു? 1,02,00,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്തു. ഇനി NAV, അതായത് NAV എന്ന് പറയുന്നത് 100 രൂപയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിൻവലിച്ച യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം എത്ര ഉണ്ടാവും? അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പിൻവലിച്ച യൂണിറ്റുകൾ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത് 72,857 യൂണിറ്റുകളായിരിക്കും
നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വർഷം പിൻവലിക്കുന്നത്. അപ്പോൾ 1,15,234 യൂണിറ്റ് മൈനസ് 72,857 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 42,377 യൂണിറ്റാണ് നമുക്ക് ഇത്രയും നാൾ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? കണക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2046 അതിൻ്റെ മൂല്യം എത്ര വന്നു? 42,377 ഇൻറ്റു, അപ്പോൾ എൻ്റെ NAV എന്ന് പറയുന്നതിൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടായെന്ന് വിചാരിക്കും. അപ്പോൾ 176.23 ആണ് NAV എങ്കിൽ അപ്പോഴത്തെ വാല്യൂ ഇത്രയും നമ്മൾ റിട്ടേൺസ് ഒക്കെ വിഡ്രോ ചെയ്തതിന് ശേഷം എത്രയാണ്? 74,68,111 രൂപ വീണ്ടും അതിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 1,02,00,000 പിൻവലിച്ചിട്ടും കോർപ്പസ് വീണ്ടും ഒരു 74,68,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വീണ്ടും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് 10 വർഷം കഴിയുമ്പോൾ, അതായത് 2041 തുടങ്ങി 2051 ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് ടോട്ടൽ പിൻവലിച്ച തുക എന്ന് പറയുന്നത് എത്രയാണ്? 1,70,000 ഇൻറ്റു 120, ഇതാണ് നമ്മൾ പിൻവലിച്ചത്. അപ്പോൾ ടോട്ടൽ 2,04,00,000 രൂപ നമ്മൾ പിൻവലിച്ചു. അപ്പോൾ NAV എന്ന് പറയുന്നത് 100 രൂപ വെച്ച്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ പിൻവലിച്ച യൂണിറ്റുകൾ എത്രയായിരിക്കും? അതായത് ഈ പറഞ്ഞ 2,04,00,000 രൂപ അതിൻ്റെ ടോട്ടൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ 1,15,234 യൂണിറ്റിൽ നിന്നും ടോട്ടൽ വിഡ്രോ ചെയ്തത് 1,02,000 യൂണിറ്റിൽ നമ്മൾ വിഡ്രോ ചെയ്തു. ബാലൻസ് നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാവും? 13,234 യൂണിറ്റ്സ് നമുക്ക് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 10 വർഷം നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മളുടെ ബാലൻസ് തുക എന്ന് പറയുന്നത് ഈ 13,234 ഇൻറ്റു, ഇപ്പോൾ 10 വർഷമായപ്പോൾ ഇതിൻ്റെ NAV ഗ്രോ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു 310.58 അതിൻ്റെ ഒരു NAV എന്ന് കണക്കാക്കുക. അതായത് നമ്മൾ ഈ ഒരു 12% വെച്ചിട്ട് നമ്മൾ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു ഈ 12% എന്ന് പറയുന്നതിൽ പറയുന്ന പെർസെൻറ്റേജുകളൊക്കെ ഒരു അസംഷൻ മാത്രമാണ്, അതൊരു അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു ഫിഗറൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 310.58 എന്ന് പറയുന്ന വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ബാലൻസ് വീണ്ടും 41,10,216 രൂപ വീണ്ടും അക്കൗണ്ടിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, അഞ്ജലി 2020 SIP ആരംഭിച്ച് 2041 സ്റ്റോപ്പ് ചെയ്ത് 2041 SWP ആരംഭിച്ച് SWP 10 കൊല്ലം വിഡ്രോ ചെയ്ത് ഒരുപാട് ബെനിഫിറ്റുകൾ എടുത്തതിന് ശേഷം വീണ്ടും ആ അഞ്ജലിയുടെ അക്കൗണ്ടിൽ വീണ്ടും 41,10,000 രൂപ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് അതിനൊന്ന് എഴുതി കാൽക്കുലേറ്റ് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും. ഞങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതായിരിക്കും. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, ഇതിൻ്റെ ഒരു ഈൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 12% എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു ഈൽഡാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഈൽഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. SIP എമൗണ്ട് എന്ന് പറയുന്നതും ഒരു 10,000 രൂപയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഓരോ വർഷവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് വീണ്ടും ഒരു 20% വെച്ചെങ്ങാനും അഞ്ജലി കൂട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ SIP എമൗണ്ട് 10,000 ഇയറും വളരെ കുറവാണ്. പക്ഷേ ഇതിൽ ഒരു 20% വെച്ച് അഞ്ജലി ഈ എമൗണ്ട് കൂട്ടിയെന്ന് വിചാരിക്കുക, 10,000-ൻ്റെ കൂടെ ഒരു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ 1,15,00,000 സ്ഥാനത്ത് 3,20,00,000 ആയിരിക്കും എന്ത് ഏകദേശം ആ ഒരു ഫൈനൽ. അതായത് 1,10,000, അതായത് അഞ്ജലി റിട്ടയർമെൻ്റ് എടുത്ത സമയത്ത് 2041 അഞ്ജലിക്ക് ഉണ്ടായിരുന്ന ഈ 1,10,00,000 പകരം അഞ്ജലിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത് 3,20,00,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതായത് പവർ ഓഫ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ പവർ ഓഫ് SIP എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ SIPയിൽ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യും തോറും നമ്മളുടെ ലോങ് ടേമിൽ നമ്മളുടെ അസറ്റ്സ് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം SWPയുടെ ഗുണങ്ങളും SWP എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണെന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലേ. അപ്പോൾ SWP നിങ്ങൾ തുടങ്ങാത്ത ആളുകൾ തീർച്ചയായിട്ടും
ഉടനെ തന്നെ നിങ്ങൾ SWP ആരംഭിക്കണം. ഇപ്പോൾ SWP നമുക്ക് തുടങ്ങണമെങ്കിൽ ആദ്യം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് SIPs വേണം. നമ്മൾ SIPs ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കോർപ്പസ് ഉണ്ടാക്കണം, അല്ല ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, അതായത് SWP നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ് അല്ലേ. SWP നമ്മൾ ഏത് സമയത്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരു റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ അഞ്ജലിയുടെ പോലെ നമുക്കൊരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥിര വരുമാനം നമുക്ക് വേണ്ട ഒരു സമയം, അത് റിട്ടയർമെൻറ്റ് സമയമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് SWP നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ നമുക്കൊരു ലോങ് ടേം ഗോള് ആവശ്യമുള്ള സമയം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇതുപോലെ തന്നെ അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വിഡ്രോവൽസ് വേണം, നമുക്ക് വരുമാനം വേണം, അല്ലെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കണം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ നമുക്കൊരു ട്രാവൽ ചെയ്യണം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ച് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് SWP പ്ലാൻ ചെയ്യാം. അത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ SWP നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ അതിൻ്റെ ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് SWP ഒരു പരിധിവരെ നമ്മൾ സഹായിക്കും. അടുത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എന്താ പറയുക ടാക്സ് പ്ലാനിങ്ങിൽ നിങ്ങൾക്കൊരു ഇൻകം പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു 20-30 കൊല്ലം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് തുക പിൻവലിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ടാക്സിൻ്റെ ഒരു ബർഡൻ ഉണ്ട്. ഈ ബർഡൻ നിങ്ങളുടെ SWPയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിൻ്റെ ഒരു പ്ലാനിങ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ടാക്സിൻ്റെ ലയബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ടാക്സ് പ്ലാനിങ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് SWP നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷൻസും ടാക്സിൻ്റെ ഇംപ്ലിക്കേഷൻസും ടാക്സിൻ്റെ ലയബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിലും ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊരു എക്സ്പെർട്ടിന് മനസ്സിലാവും. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്ന എല്ലാവിധ ഹെൽപ്പും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക SWP അതായത് SIP എന്താണെന്ന് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതുപോലെ STP എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിച്ച് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്താണെന്ന്, SWP എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ഫലപ്രദമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് റിട്ടേൺ ഉണ്ടാക്കാനും അവരുടെ റിട്ടേൺസിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവരവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് മ്യൂച്വൽ ഫണ്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളിപ്പോൾ ഈ സീരീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇതൊക്കെ പുതിയ അറിവുകളാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് അറിവുകൾ ഇനിയും ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇപ്പോൾ നിങ്ങൾ വേറെ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ്, ടാക്സ് എഫക്റ്റീവായിട്ടുള്ള റിട്ടേൺസ്, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യം നമ്മുടെ ഡ്രീം പ്ലാൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഗോളുകൾ പ്ലാൻ ചെയ്യാനായിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും ഓപ്ഷൻസും മ്യൂച്വൽ ഫണ്ടുകളിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു നമുക്ക് 0 റിട്ടേൺസ് മുതൽ എക്സ്ട്രീം റിട്ടേൺസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കുറവ് റിട്ടേൺസും ഏറ്റവും കുറവ് റിസ്ക്കുമുള്ള സ്കീമുകൾ മുതൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്കീമുകൾ മുതൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന റിട്ടേൺസ് വരെയുള്ള എല്ലാം ഒരു വലിയൊരു സാധ്യതയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ഉദ്ദേശം. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓരോരുത്തർക്കും ആ സാഹചര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ അതിലും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഒരു ലൈവായിട്ട് സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്ററിങ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഞങ്ങളുടെ സീരീസ് എല്ലാം മുടങ്ങാതെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സ് ആവശ്യമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പാണ്. ഞങ്ങൾ ഉറപ്പ് തരാണ്. നമ്മുടെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് മിസ് ചെയ്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളതും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.